വാ. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? ഇത് പെരുന്നാളിൻ്റെ തലേന്നത്തെയും കൂടെ ഉള്ള ഒരു വ്ളോഗാണേ. തലേന്നാണെങ്കിൽ ബീഫ് കട്ട് ചെയ്ത് കുറച്ച് പണിയൊക്കെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു 6-7 കിലോ ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ കുറച്ച് പണിയൊക്കെ ഒതുക്കി, കാരണം നാളത്തേക്കുള്ള സവാളയും കൊച്ചുള്ളി അതെല്ലാം പൊളിച്ച് വെച്ചിട്ടാണ് ബീഫ് റെഡിയാക്കാൻ വേണ്ടി ഇരുന്നത്. അല്ലെങ്കിൽ ബീഫ് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ആ പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് ഒരു 11:33 നമ്മുടെ ബീഫ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ. ആദ്യം നിന്നോണ്ട് കുറേ നേരം കട്ട് ചെയ്ത് പിന്നെ ക്ഷീണം കാരണം ഞാൻ ഇരുന്ന് ഒരു കസാര എടുത്തിട്ട് പിന്നെ പിടിച്ചു കൊടുക്കുകയാണ്. പിടിച്ചൊരാൾ നമുക്ക് ബീഫ് കട്ട് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയും. പ്രത്യേകിച്ച് നമുക്ക് ബിരിയാണി പീസാണ് വേണ്ടത്. അതുകൊണ്ട് പിന്നെ കുഞ്ഞു തീരെ പൊടിയാക്കണ്ടല്ലോ. ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് വിശക്കുന്ന്, ദോശ ചുടാവെന്ന്. അപ്പോൾ രാത്രിത്തേക്ക് ദോശയാണ്. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകിയേ. അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയില്ലേ, വെളിയിൽ നാളെ നമുക്ക് ബിരിയാണി വെക്കേണ്ട സ്ഥലമാണ്. അതെല്ലാം വൃത്തിയാക്കി കത്തിച്ച് എല്ലാ വേസ്റ്റും കളഞ്ഞ് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ദോശ കഴിക്കാം. ബിരിയാണി അല്ല, ദോശ കഴിക്കാനിരുന്നു. ദോശയും നമ്മുടെ ബീഫ് കറി. അപ്പോൾ എന്തായാലും പണി ഒതുക്കിയപ്പോഴത്തേക്ക് 1:31 സമയം. പിന്നെ രാവിലെ എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഒറോട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ കറിയും കുറച്ച് ബീഫ് കറിയും കുറച്ച് വെജിറ്റബിൾ കറിയും, ഇതിത്രയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നത്. അപ്പം ചിക്കൻ കറി വെക്കേണ്ടത് ഞാനാണ്. അപ്പം ഞാൻ അതിനുള്ള സവാള പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കുകയാണ്. ഇന്നലെ രാത്രി കുറച്ച് അധികം താമസിച്ച് ഉറങ്ങിയതുകൊണ്ട് രാവിലെ ഒരു 7 മണിയായപ്പോഴാണ് എണ്ണീറ്റത്. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ബിരിയാണി വെക്കുന്ന ഒരു മാമനുണ്ട്, മാമനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാമൻ വന്നിട്ടാണ് ബിരിയാണിയുടെ പരിപാടിയല്ല. അതുവരെ നമുക്ക് രാവിലത്തെ കാപ്പി മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കുക. ഞാൻ കുറച്ച് ബീഫ് ഫ്രിഡ്ജിനകത്തിരുന്നത് കുറേ വെള്ളത്തിൽ ഇട്ട് കുറച്ച് ഐസ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കറിക്കുള്ളതെല്ലാം റെഡിയാക്കുവാണ്. ചിക്കൻ കറി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി ജോലി കഴിയുമല്ലോ. ഇത് ബീഫ് കറിക്കുള്ള രാവിലത്തേക്കുള്ള മസാലയ്ക്കുള്ളതിൻ്റെ സവാള അരിഞ്ഞു കൊടുക്കുകയാണ്. ഈ കയ്യിലിടുന്ന കയ്യുറ ഇല്ലാത്തത് കൊണ്ട് ഫിംഗർ ക്യാപ്പ്, അതെ, അതില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും എൻ്റെ കൈ കുറച്ചൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം നമ്മുടെ ബീഫ് കറി അല്ല ചിക്കൻ കറി എല്ലാം തെറ്റിപ്പോയി, ചിക്കൻ കറി വെക്കുകയാണ്. അമ്മയാണെങ്കിൽ അവിടെ നിന്നിട്ട് കുക്കറിനകത്ത് ബീഫ് റെഡിയാക്കുവാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടിയപ്പവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയപ്പം പിന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടില്ല, എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇടിയപ്പം എടുക്കാമെന്ന് വിചാരിച്ച്. അതെല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേണ്ട ബിരിയാണിക്കുള്ള ഉള്ളി അരിയുവാണ്. ഉള്ളിയും കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി എന്തായാലും ചതയ്ക്കുവാണെന്ന് പറഞ്ഞു. സവാള ഉള്ളി അരിയുവാണ്. കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊന്നും എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ തിരക്കിനകത്ത് നമുക്ക് വീട്ടിലേക്ക് മാത്രമല്ല പുറത്തോട്ടുള്ള കുറച്ച് അധികം ഫുഡുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇത്രയും സവാള ഞാൻ അരിഞ്ഞു. കുറേ സവാള രാത്രി അരിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി അരിയാനുള്ളത് ഇപ്പോൾ ഇരുന്ന് അരിയാമെന്ന് വിചാരിച്ച്. കൊച്ചുള്ളിയും പച്ചമുളകും അതെല്ലാം മിക്സിയിലിട്ട് അരയ്ക്കുവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കൊച്ചുള്ളി അരിയേണ്ട ആവശ്യം വന്നില്ല. ഈ വലിയ സവാള മാത്രം അരിഞ്ഞാൽ മതി. വെള്ളത്തിൽ ഇട്ട് ഒരു വെള്ളം ഞാൻ കഴുകി വാരിയിട്ട് രണ്ടാമത്തെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് അരിയുന്നത്. വെള്ളത്തിൽ ഇട്ടപ്പോൾ കണ്ണ് വലുതായിട്ട് നീറിയതോ അല്ലെ സ്മെല്ല് വരുവോ ഒരു കാര്യവും വന്നിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ ഇടാതെ ഇന്നലെ രാത്രി കഴുകി മാറ്റി വെച്ച് വെള്ളം തോത്തി കഴിഞ്ഞിട്ട് അരിഞ്ഞതിന് ഭയങ്കര കണ്ണ് നീറ്റിലുണ്ടായിരുന്നു, കണ്ണ് നന്നായിട്ട് നീറുമായിരുന്നു. പക്ഷേ ഇതിന് കണ്ണ് നീറുവാട്ടെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് സവാള വെള്ളത്തിൽ ഇട്ടിട്ട് അരിയുവാണെങ്കിൽ മുറിച്ചിട്ടും കൂടെ വെള്ളത്തിലൊന്ന് തൊടണം. പിന്നെ നമ്മുടെ കണ്ണ് നീറത്തേയില്ല കേട്ടോ. അതൊരു നല്ലൊരു ടിപ്പാണ്. കാരണം ഇത്ര അധികം പണിയൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യാനാണ്. പിന്നെ വേഗം പോയി കുളിച്ചിട്ട് വന്ന്, കാരണം അപ്പം തന്നെ 9 മണിയായി. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ഇടിയപ്പവും ചിക്കൻ കറിയും കുറച്ച് ബീഫ് കറി. ഞാൻ വെജിറ്റബിൾ കറി എടുത്തില്ല, എനിക്ക് ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി എടുത്ത്. നന്ദപ്പനാണെങ്കിൽ കുറച്ച് പച്ചയാണ് കഴിച്ചത് ഇടിയപ്പം. അത് കഴിഞ്ഞ് നമ്മുടെ പോത്തിനെ അഴിച്ചു കെട്ടാമെന്ന് വിചാരിച്ച് ഞാനവിടെ ഇറങ്ങി. നന്ദുവിനെ കണ്ട് പോത്ത് ഭയങ്കര ബഹളമായിരുന്നു അവിടെ. ഞങ്ങളുടെ കൊമ്പൻ ടട്ടയുടെ ശുണ്ടര വെള്ളം ടട്ടയുടെ ശുണ്ടര. ആരോട്? പോത്തിനോടോ? ആർക്ക്? മോനോടാ ഏറ്റവും ഇഷ്ടം. അതോ അവനെ എന്തോടാ എന്തോടോ.
നന്ദുവിൻ്റെ പരാതി കേട്ടില്ലയോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി വെക്കുന്ന മാമ വന്ന് വേഗം നമ്മൾ വെളിയിലാണ് അടുപ്പൊക്കെ സെറ്റാക്കിയത്. കാരണം ഒത്തിരി ഉള്ളതുകൊണ്ട്, ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അകത്ത് എന്തായാലും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെളിയിൽ വെച്ച് പിന്നെ ഞാൻ അരിഞ്ഞ സവാളയും കരിയാപ്പില അതെല്ലാം വെളിയിലോട്ട് എടുത്ത് വെച്ച് പിന്നെ മാമൻ്റെ കൂടെ തന്നെ അവൾ നിൽക്കുകയാണ്. ഞാൻ അവനെ അഴിച്ച് കെട്ടി കുറച്ച് വെള്ളം കൊടുത്തു കേട്ടോ. കാരണം വെയിലത്തൂന്ന് കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കെട്ടണം. വെള്ളം കൊടുത്തിട്ട് കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മസാലാസൊക്കെ ഇവിടെ റെഡിയായി. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ പൊടികൾ ഇട്ടെന്നൊന്നും കണ്ടില്ല. ഞാനത് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ അപ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് പോയതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കിടന്നിങ്ങനെ മസാല തിളക്കുന്നത് എല്ലാ പ്രാവശ്യവും രണ്ടും രണ്ടായിട്ടാണ് വെക്കുന്നത്. ബിരിയാണി കഴിഞ്ഞ വട്ടം ഈ വട്ടമാണ് വെച്ചത്. കഴിഞ്ഞ വട്ടം നമ്മൾ കാറ്ററിങ് കൊടുത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എനിക്ക് വീഡിയോ കൂടെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാറ്ററിങ് കൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഓർത്ത് എന്നാൽ വീട്ടിൽ ആളെ വിളിച്ച് വെപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ മാമനെ വിളിച്ച് വെപ്പിച്ച് ഈ മാമൻ നന്നായിട്ട് വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡായിരുന്നു. പിന്നെ അരി വെന്ത് സെറ്റായപ്പോഴത്തേക്ക് അരി കോരി വെക്കുവാണ്. ഇതൊക്കെ വളരെ സ്പീഡിൽ കാണിക്കുന്നതാണ്. ഇത് എന്തായാലും ഒരു 2 മണിക്കൂറത്തെ പരിപാടിയാണ്. പിന്നെ ദമ്മ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് സാധനമെല്ലാം ഇട്ട് പിന്നെയും കുറച്ച് ചോറ് ഇടണമെന്ന് മാമൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടത്തിൽ മുകളിലോട്ട് ഇടുവാണ്. നന്ദപ്പനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പോയി നിന്നിട്ട് പൈനാപ്പിളിൻ്റെ പകുതിയും കുക്കമ്പറിൻ്റെ പകുതിയും അവളാണ് തിന്നത്. അവൾക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അല്ലേ. അവളിപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ഈ ഒരു 3.5 വയസ്സിൽ ഇതൊക്കെ കാണുന്നത്. മറ്റെല്ലാം നമ്മൾ പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളൊരു പരിപാടി ഇല്ലല്ലോ. അപ്പം ഇപ്പോഴാണ് അവളിതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ബാക്കി ചോറ് തട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ സാധനം ഇട്ടേ. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ഈ മുട്ട ഒഴിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ നമ്മൾ ഈ കല്യാണ ബിരിയാണിക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. മാമൻ ഇങ്ങനെ ഈ കാറ്ററിങ്ങും കല്യാണ ബിരിയാണി അങ്ങനെയൊക്കെയുള്ളൊരു പാചകക്കാരനാണ്. അപ്പം പെരുന്നാളിൻ്റെ അന്ന് ആളെ കിട്ടത്തേ ഇല്ലായിരുന്നു. നേരത്തെ പറഞ്ഞു വെച്ചത് കൊണ്ടാണ് മാമൻ വന്നത്. 1 മണിക്കൂറത്തേക്കാണ് വന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം എല്ലാം സെറ്റാക്കിയത്. അല്ലാതൊക്കെ നമ്മൾ വിളിക്കുവാണെങ്കിൽ ആ മാമൻ തന്നെ വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കും. പിന്നെ നമ്മളും കൂടെ വീട്ടിലുണ്ടല്ലോ എന്നോർത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പുള്ളിക്കാരനെ. ബാക്കി അധികം വന്ന ചോറാണ് ഈ മല്ലിത്തൂക്കിനകത്ത് വെച്ചേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ചോറ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടാമെന്ന് ഉദ്ദേശിച്ച പാത്രത്തിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ ബാക്കി ചോറ് ഈ പാത്രത്തിനകത്തും കൂടെ വെച്ച് അതും കൂടെ ആ അടുപ്പിൻ്റെ സൈഡിലോട്ട് ചൂട് കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നന്ദുവിന് ഇത് എങ്ങനെയെങ്കിലും തുറന്നാൽ മതി. ആ ഒരു ബഹളത്തിലായി. പിന്നെ തുറക്കുന്ന വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ ഇറങ്ങി അതിനകത്തുനിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് 2ആയിട്ട് ഷെയർ ഇട്ട് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ നന്ദു ഷെയർ ഇടാൻ പോലും ഒന്നും സമ്മതിച്ചില്ല. എന്നാലും കുറച്ച് ഭാഗം ഞാൻ കഴിച്ചു. എനിക്ക് ഐസ്ക്രീം കഴിക്കാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോഴത്തേക്ക് വീണ്ടും വണ്ടി ഒതുക്കി ഒരു ജ്യൂസ് മേടിച്ച് തന്ന് എന്നെ തണുപ്പിച്ച്. അല്ലാതെ എങ്ങനെ ഈ ചൂടത്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഷെഹന അതാണ്ട് ഈ കുറച്ച് മിഠായിസും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ. ഞാനപ്പോൾ ഈ പൂവിൻ്റെ മിഠായി കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുവാണ്. ഈ പൂ കണ്ട എങ്ങനെ കഴിക്കാൻ തോന്നുന്നു, അത്ര ഭംഗിയല്ലേ ഈ പൂവിന്. ഇതവൾ വാരണാസി പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞാനപ്പോൾ അതിങ്ങനെ ഓരോന്ന് നോക്കുക. ഇതിന് ഭയങ്കര തിളക്കം. അതുകൊണ്ട് ഈ പൂവാണെങ്കിൽ എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. എവിടെയെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ തോന്നും. പക്ഷേ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്. ഇത് കുങ്കുമമാണ്, അവിടുത്തെ സ്പെഷ്യൽ കുങ്കുമമാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ പേട, ഈ പേടയിൽ ഇങ്ങനെ ഹിന്ദിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബൈ.